നമസ്കാരം. ഒരു പകലിന്റെ സമഗ്ര വാർത്താ ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാം ആദ്യം തലക്കെട്ട്. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ കുറ്റപത്രം നൽകാത്തതിന് SITക്ക് ഹൈക്കോടതിയുടെ വിമർശനം. കുറ്റപത്രം നൽകിയാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാകുമെന്ന് കോടതി. മിനിറ്റ്സിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിലും SITക്ക് വീഴ്ച. നിയമസഭാ കവാടത്തിൽ സമരവുമായി പ്രതിപക്ഷം. തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിൽ തന്ത്രി കണ്ഠർ രാജീവർക്ക് രഹസ്യ നിക്ഷേപം. ബാങ്കിലെ നിക്ഷേപം തന്ത്രി കണ്ഠർ രാജീവരെ ചോദ്യം ചെയ്യലിൽ മറച്ചുവെച്ചതായി SITയുടെ കണ്ടെത്തൽ. പണം നഷ്ടപ്പെട്ടിട്ടും തന്ത്രി പരാതി നൽകിയില്ല. 2.5 കോടിയുടെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. പുതുചരിത്രമെഴുതി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. ഓട്ടോമൊബൈൽ മുതൽ ഡിജിറ്റൽ മേഖലയ്ക്ക് വരെ വമ്പൻ നേട്ടം. യൂറോപ്യൻ വീഞ്ഞിനും ആഡംബര കാറുകൾക്കും ഇനി വില കുറയും. ഇന്ത്യൻ വിപണിയിൽ വലിയ മാറ്റത്തിന് സാധ്യത. ട്രംപിന്റെ തീരുവ സമ്മർദ്ദങ്ങൾക്കിടെ ഇന്ത്യക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരുപോലെ നേട്ടമാക്കുന്ന കരാർ. SNDP NSS ഐക്യം പൊളിഞ്ഞതിൽ മൗനം തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ. സമുദായ സംഘടനകളുടെ ആഭ്യന്തര കാര്യമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ലീഗിനെതിരായ SNDPയുടെ ആരോപണം തള്ളി പ്രതിപക്ഷ നേതാവ്. പെരുന്നയിൽ VD സതീശൻ അനുകൂല ഫ്ലെക്സ്. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തള്ളാതെ തോമസ് ഐസക്. സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കും. ജനങ്ങൾക്ക് സർക്കാരിനോട് ചില അനിഷ്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആരും സ്വയം സ്ഥാനാർത്ഥികളാകേണ്ടതില്ലെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ് നേതൃത്വം. സാധ്യതാ പട്ടിക ആദ്യം തയ്യാറാക്കും. VD സതീശനും സണ്ണി ജോസഫിനും ചുമതല. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. പട്ടാമ്പി സീറ്റ് ലീഗിന് കൈമാറുന്നതിൽ DCCക്ക് പ്രതിഷേധം. MPമാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം എല്ലാവർക്കും ബാധകമെന്ന് ഷാഫി പറമ്പിൽ. വി ശിവൻകുട്ടിയെ കടന്നാക്രമിച്ചും അധിക്ഷേപിച്ചും പ്രതിപക്ഷ നേതാവ്. നിയമസഭയിൽ അടിവസ്ത്രം കാണിച്ച് ഡെസ്കിന് മുകളിൽ കയറി നിന്നയാൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നത് കുട്ടികളുടെ ഗതികേട്. സതീശനെ ചൊടിപ്പിച്ചത് ശിവൻകുട്ടിയുടെ നിയമസഭയിലെ പ്രതിപക്ഷ വിമർശനം. സതീശൻ്റേത് തീർത്തും തരം താണ വാക്കുകളെന്ന് മന്ത്രി വി ശിവൻകുട്ടി. താൻ സംഘപരിവാറിനെതിരെ പോരാടുമ്പോൾ സതീശൻ വള്ളി ട്രൗസർ ഇട്ട് നടക്കുകയായിരുന്നുവെന്ന് വി ശിവൻകുട്ടിയുടെ മറുപടി. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷംജിദ മുസ്തഫയ്ക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളി കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി. ജാമ്യം നൽകിയാൽ സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്ന് പ്രോസിക്യൂഷൻ. വിജയ്ക്ക് വീണ്ടും തിരിച്ചടി. ജനനായകൻ റിലീസിന് അനുമതി നിഷേധിച്ച് മദ്രാസ് ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി. നടപടി സെൻട്രൽ സെൻസർ ബോർഡ് അപ്പീലിൽ. മകരവിളക്ക് ദിവസം സന്നിധാനത്ത് ഷൂട്ടിംഗ് നടത്തിയ സംഭവത്തിൽ സംവിധായകൻ അനുരാജ് മനോഹറിനെതിരെ കേസെടുത്തു. വനമേഖലയിൽ അതിക്രമിച്ചു കയറിയെന്ന കുറ്റം ചുമത്തി. നാശനഷ്ടമുണ്ടായോ എന്നത് അന്വേഷിക്കും. തിരുവാങ്കുളത്തെ വിദ്യാർത്ഥിനിയുടെ മരണം ആത്മഹത്യയെന്ന് നിഗമനം. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത് മാനസിക സംഘർഷമുണ്ടാക്കിയെന്ന് കുറിപ്പ്. സ്കൂളിലേക്ക് പോയ +1 വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാറമടയിൽ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നു. മുഖ്യമന്ത്രി പ്രസംഗിച്ച ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട കത്തിന് മറുപടി നൽകുന്നില്ലെന്ന് സ്പീക്കർ. മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷം സ്പീക്കർക്ക് കത്ത് നൽകിയത് ചട്ടലംഘനം. വയനാട് ചൂരൽമല ദുരന്തബാധിതർക്ക് വീട് കൈമാറാനുള്ള നടപടി വേഗത്തിലാക്കി സർക്കാർ. നിശ്ചയിച്ച സമയത്തിനകം വീടുകൾ കൈമാറണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം.
പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഉന്നതതല യോഗം. ഇഡിയുടെ നോട്ടീസ് സ്ഥിരീകരിച്ച് സാബു എം ജേക്കബ്. ഇഡി ആവശ്യപ്പെട്ടത് 5 വർഷത്തെ കണക്കുകൾ. NDA പ്രവേശനം ഇഡിയെ ഭയന്നല്ലെന്ന് വിശദീകരണം. കുട്ടികളെ കാറിന്റെ ബോണറ്റിലിരുത്തി സാഹസിക യാത്ര. കോട്ടയം പാമ്പാടി വട്ടുകുളം ആലപ്പാട്ടുപടി റോഡിലാണ് സംഭവം. കാർ പാമ്പാടി പോലീസ് പിടിച്ചെടുത്തു. വട്ടുകുളം സ്വദേശി ജ്യോതിഷ് കുമാറാണ് അപകടം വരുത്തുന്ന നിലയിൽ വാഹനമോടിച്ചത്. ആലപ്പുഴയിൽ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. മുഹമ്മദൻ ബോയ്സ് സ്കൂളിലാണ് വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. NSS ക്യാമ്പിനിടെ പരസ്പരം കളിയാക്കിയതായിരുന്നു അക്രമകാരണം. തൃശൂർ അരിമ്പൂരിൽ 16-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. വിശദമായി കിടക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം നൽകാത്തതിന് SITയെ വിമർശിച്ച് ഹൈക്കോടതി. കുറ്റപത്രം നൽകിയാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു പോകുന്നത് തടയാനാവും. അല്ലാത്തപക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സമർപ്പിക്കാൻ താമസിക്കുന്നതിൽ SITയോട് വിമർശനം ഉന്നയിച്ച് ഹൈക്കോടതി. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കാൻ താമസിപ്പിക്കുന്നത് ഗുരുതരമായ വിഷയമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും പൊതുജനങ്ങളിൽ ഇത്തരത്തിലുള്ള ആശങ്കയുണ്ടാക്കും, അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തുപോകാനാകും. അത്തരം ഒരു ആനുകൂല്യം നേടിയ ആളാണ് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു. അതായത് SIT എടുത്തിട്ടുള്ള 2 കേസുകളിലും SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കേസുകളിലും മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യമാണ് അനുവദിച്ചത്. അത്തരം ആനുകൂല്യത്തിനായി കാത്തിരിക്കുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപക്ഷെ ഇതുപോലെ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തുപോയേക്കാം. ഇത്തരത്തിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത് താമസിച്ചാൽ ഉണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ്, ഗുരുതരമായ പ്രശ്നങ്ങളാണ് അതുമായി ഉണ്ടാകാൻ പോകുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അത് സ്വാഭാവിക ജാമ്യത്തിൽ പോകും. അതേസമയം കുറ്റപത്രം സമർപ്പിച്ചാൽ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം തടയാനാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ SITയുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം ഉണ്ടാകണമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ SITക്ക് വീഴ്ച സംഭവിക്കുന്നു. സ്വർണം ചെമ്പാക്കിയ മിനിസ്ട്രിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയില്ല. A പത്മകുമാറിന് എതിരായ തെളിവ് ശേഖരിക്കലും മെല്ലപ്പോക്കാണ്. 3 ദിവസം മുമ്പ് മാത്രമാണ് പത്മകുമാറിന്റെ കൈയക്ഷരം പരിശോധിക്കാൻ സാമ്പിൾ ശേഖരിച്ചത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മുന്നംഗം അജികുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തി. തിരുവല്ല ബാങ്കിലെ നിക്ഷേപം തന്ത്രി കണ്ഠർ രാജീവര് ചോദ്യം ചെയ്യലിൽ മറച്ചുവെച്ചതായും SIT കണ്ടെത്തി. പണം നഷ്ടപ്പെട്ടിട്ടും തന്ത്രി പരാതി നൽകിയില്ല. 2.5 കോടിയുടെ ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് SIT. മുരാരി ബാബുവിന് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ഭാഗികമായുള്ള കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിരുന്നെങ്കിൽ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി SIT കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന ആക്ഷേപമാണ് ശക്തമായത്. ഇപ്പോൾ മറ്റൊരു വീഴ്ച കൂടിയാണ് പുറത്തു വരുന്നത്. SIT ഇതുവരെ ഈ മഹസറിലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയ്ക്ക് തുനിഞ്ഞില്ല എന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. 3 ദിവസം മുൻപ് മാത്രമാണ് A പത്മകുമാറിൻ്റെ കൈയക്ഷരം അതിൻ്റെ സാമ്പിൾ ശേഖരിച്ചുള്ള പരിശോധനയ്ക്ക് SIT തയ്യാറായത്. നേരത്തെ തന്നെ ഈ ചെമ്പ് പാളികൾ എന്ന് എഴുതിയത് രേഖയിൽ മഹസറിൽ അങ്ങനെ രേഖപ്പെടുത്തിയത് പത്മകുമാറാണെന്ന വിവരം പുറത്തു വന്നിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ മെല്ലെപ്പോക്ക് സംഭവിച്ചു, ഇതിലൊരു കാലവിളംബം ഉണ്ടായി എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അവിടെയാണ് ഈ പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉന്നയിക്കുന്ന ആക്ഷേപം കൂടുതൽ മൂർച്ചയുള്ളതായി മാറുന്നത്.
പറയുന്നത്. അവിടെ പറയുന്നത് ഈ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി SITക്ക് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന കാര്യമാണ്. വലിയ ഇടപെടൽ ഈ SITക്ക് മേൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല എന്ന കാര്യമാണ്. മാത്രവുമല്ല, ഹൈക്കോടതി പല ഘട്ടങ്ങളിലായി SITയെ വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് തന്നെ നേരിട്ട് ഇതിലെ പ്രതികളുടെ ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനിടെ ഒരാഴ്ച മുൻപ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതായ വിവരം പുറത്തു വന്നിട്ടുണ്ട്. പ്രശാന്തിൽ നിന്ന് നേരത്തെ മൊഴിയെടുത്തതാണ്. വീണ്ടും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗം അജികുമാറിൽ നിന്നും അങ്ങനെ മൊഴി രേഖപ്പെടുത്തി. 2019 സ്വർണ്ണപ്പാളികൾ കടത്തിയത് മറച്ചുവെക്കുന്നതിന് വേണ്ടി 2025 വീണ്ടും മറ്റ് പാളികൾ കൊണ്ടുപോയി, അതായത് ആദ്യം കൊണ്ടുപോയ പാളികൾക്ക് പകരം കൊണ്ടുവച്ച പാളികൾ വീണ്ടും അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്ന കണ്ടെത്തലാണ്. ഇത് ആദ്യത്തെ കൊള്ള മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നു എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് വീണ്ടും ചോദ്യം ചെയ്തത്. മറ്റൊരു കാര്യം വരുന്നത്, ഈ SITയിൽ നിന്ന് ചില വിവരങ്ങൾ തന്ത്രി മറച്ചുവെച്ചതുമായി ബന്ധപ്പെട്ടാണ്. തിരുവല്ലയിലെ ബാങ്കിൽ 2.5 കോടിയുടെ നിക്ഷേപം തന്ത്രി കണ്ഠരര് രാജീവ് വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിക്ഷേപത്തെക്കുറിച്ച് ചോദ്യം ചെയ്യലിൽ ഒരു കാര്യവും പറഞ്ഞില്ല. മാത്രമല്ല, ഈ ബാങ്ക് ഇടയ്ക്ക് അത് സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തു. അങ്ങനെ ഈ 2.5 കോടി രൂപ നഷ്ടപ്പെടുന്ന നിലയുണ്ടായി. പക്ഷേ ഈ പണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് തന്ത്രി എവിടെയെങ്കിലും പരാതിപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ടാണ് ഈ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. തിരുവല്ലയിലെ ബാങ്കിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ സാമ്പത്തിക ഇടപാട്, ഇതിൻ്റെ സ്രോതസ്സ് എവിടെയാണ്, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അഴിമതിക്കാരായ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായ കോൺഗ്രസിന്റെ പ്രതിഷേധം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പ്രതിഷേധം നടന്നത്. കോഴിക്കോട് നടന്ന പ്രതിഷേധം KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരും പത്തനംതിട്ടയിൽ കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ച് KPCC വൈസ് പ്രസിഡന്റ് M. ലിജുവും ഉദ്ഘാടനം ചെയ്തു. ജയിക്കുമെന്നറിയാമായിരുന്ന ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അവർ രണ്ടുപേരെയും പുറത്തിറക്കി വിടാൻ പോവുകയാണ്. ഇടയിലാണ് ശബരിമല വിമാനത്താവള കേസിൽ സർക്കാർ അപ്പീലിന് പോവുകയാണ്. ഭൂമി ഉടമസ്ഥാവകാശം സംബന്ധിച്ച പാലാ സബ് കോടതി വിധിക്കെതിരെയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സർക്കാർ വാദം പാലാ സബ് കോടതി നേരത്തെ തള്ളിയിരുന്നു. നിലവിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന അനയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാദം കോടതി അംഗീകരിച്ചുകൊണ്ടായിരുന്നു തീരുമാനമെടുത്തത്. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടത്തിന് സർക്കാർ ഒരുങ്ങുന്നത്. പാലാ കോടതിയുടെ നിലപാടോടെ ശബരിമല വിമാനത്താവള പദ്ധതി തന്നെ അനിശ്ചിതത്വത്തിലാണ്. 1910 സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം നിർദ്ദിഷ്ട സ്ഥലം പാട്ടഭൂമിയാണെന്നാണ് സർക്കാർ വാദിച്ചത്. എന്നാൽ സർക്കാർ വിമാനത്താവളത്തിനായി കണ്ടെത്തിയ 2263 ഏക്കർ ഭൂമിയുടെ എല്ലാ രംഗങ്ങൾ ഫലം കാണാതെ വന്നപ്പോഴാണ് കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് വന്നത്. 2005 5 കോടിയോളം രൂപ പിരിച്ചിട്ടുണ്ട്. അന്ന് ഈ വിഷയങ്ങൾ തങ്ങൾ പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നുവെന്നും KK രമ പറഞ്ഞു. ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ്. അതിൻ്റെ ഉള്ളിൽ നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായത്. ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 2005, 2006 കാലഘട്ടത്തിൽ CPM ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ പിരിച്ചൊരു ഫണ്ടുണ്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം 25 കോടിയിലധികം രൂപ രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ പിരിച്ചിട്ടുണ്ട്. അത്തരം ഫണ്ടുകളൊക്കെ അവിടെ നിൽക്കുകയും അതിന്റെ ഒരു കണക്കൊന്നും പിന്നീട് എവിടെയും കണ്ടില്ല. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ആ ഘട്ടങ്ങളിൽ പാർട്ടിയകത്ത് ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. പെരുന്തയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന VD സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ് ബോർഡിലുള്ളത്. KSU, യൂത്ത് കോൺഗ്രസ്, സേവാദൾ എന്നീ സംഘടനകളുടെ പേരിലാണ്. വി. ശിവൻകുട്ടിയെ കടന്നാക്രമിച്ചും അധിക്ഷേപിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
നിയമസഭയിൽ അടിവസ്ത്രം പുറത്ത് കാണിച്ച് ഡെസ്കിന് മുകളിൽ കയറി നിന്ന് അസംബന്ധം മുഴുവൻ പറഞ്ഞ ഒരുത്തനാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പിള്ളേരെ ഓർത്ത് സങ്കടപ്പെടുന്നു. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായല്ലോ എന്നും സതീശൻ പറഞ്ഞു. അപ്പൊ മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ പറയാണ് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സ്വർണം അവിടെയുണ്ട്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഇവനെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? അസംബന്ധം പറയാൻ നിയമസഭയിൽ കയറിയെന്ന്, എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ചെടുത്തനാണ് നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. ഈ സണ്ണി വക്കീലിനെ എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ എങ്ങനെ നിയമസഭയിൽ പ്രവർത്തിക്കണമെന്ന്. അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലെ അല്ല, ഓൻ്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. നാളുണ്ടോ? എന്നിട്ട് സോണിയാഗാന്ധിക്കെതിരെ വാർത്ത വരുമെന്ന് കണ്ടാൽ എന്ത് വിഡ്ഢിത്തവും വായിന്ന് വരുമോ? എന്ത് വിഡ്ഢിത്തവും വായിൽ നിന്ന് എന്ത് വിഡ്ഢിത്തവും. വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക. എൻ്റെ പിള്ളേരെ ഓർത്ത് ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ. അതേസമയം തിരിച്ചടിക്കുന്നു വി ശിവൻകുട്ടി. സതീശൻ്റേത് തീർത്തും തരം താണ വാക്കുകളെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. എടാ പോടാ പ്രയോഗം നടത്തി. സംഘപരിവാറിനെതിരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം താൻ നടത്തുമ്പോൾ സതീശൻ വള്ളി ട്രൗസർ ഇട്ട് നടക്കുകയായിരുന്നു. ഗോൾവൽക്കറുടെ മുന്നിൽ നട്ടൽ വളച്ചത് ആരാണെന്ന് നമ്മൾ കണ്ടതാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. വി സതീശന്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ആരെയും എന്തും പറയുന്ന സ്വഭാവക്കാരനാണെന്നുള്ള നിലയിൽ കേരളത്തിലെ പ്രമുഖ സമുദായ സംഘടനയുടെ നേതാക്കന്മാരെ പോലും സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ളവരെ പോലും വളരെ ധിക്കാരത്തോടുകൂടിയും നിഷേധത്തോടുകൂടിയുമുള്ള പെരുമാറ്റവും പദപ്രയോഗവുമാണ് നടത്തുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലും വളരെ മോശം വാക്കുകൾ നിയമസഭയിൽ ഉപയോഗിക്കാറുണ്ട്. ചെന്നങ്ങ് പറഞ്ഞേനെ ഞാനങ്ങ് പേടിച്ചു പോകും. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. അപ്പം അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. കണ്ണൂർ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രകടനം നടത്തിയ ആളുടെ ബൈക്ക് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളൂർ സ്വദേശി പ്രസന്നന്റെ ബൈക്കാണ് കത്തി നശിച്ചത്. ഇന്നലെ പയ്യന്നൂർ വെള്ളൂരിൽ നടത്തിയ കുഞ്ഞികൃഷ്ണൻ അനുകൂല പ്രകടനത്തിൽ പങ്കെടുത്ത ആളാണ് പ്രസന്നൻ. ഇന്ന് രാവിലെയാണ് ബൈക്ക് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇടവേളയാണ്, മടങ്ങി വരാം. ഭാരതീയ വ്യോമസേനയുടെ കരുത്തും പ്രഹരശേഷിയും ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ വിളിച്ചോതിയ ഒന്നായിരുന്നു ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡ്. എന്നാൽ വെറുമൊരു അഭ്യാസ പ്രകടനത്തിനപ്പുറം അയൽ രാജ്യങ്ങളുടെ വ്യാജ പ്രചരണങ്ങൾക്കും അതിർത്തിയിലെ ഭീകരവാദ വെല്ലുവിളികൾക്കും ഇന്ത്യ നൽകിയ ശക്തമായ മറുപടിയായി ഈ പരേഡ് മാറി. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടന്ന സൈനിക നീക്കങ്ങളും അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളും പശ്ചാത്തലമാക്കി നോക്കുമ്പോൾ ഈ റിപ്പബ്ലിക് ദിനം ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം എങ്ങനെ മാറി ചിന്തിക്കുന്നുവെന്നും ശത്രുക്കളുടെ സൈക്കോളജിക്കൽ വാർഫെയറിനെ ഇന്ത്യ എങ്ങനെയാണ് നേരിടുന്നതെന്നും വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യപഥിലൂടെ പറന്നുയർന്ന വിമാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് BS-022 എന്ന ടെയിൽ നമ്പറുള്ള റഫാൽ യുദ്ധവിമാനമായിരുന്നു. ഈ വിമാനത്തിന് വലിയൊരു കഥ പറയാനുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സൈനിക സംഘർഷങ്ങൾക്കിടയിൽ തങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ട അതേ വിമാനമായിരുന്നു ഇത്. പാകിസ്ഥാൻ മാധ്യമങ്ങളും അവിടുത്തെ ഔദ്യോഗിക പ്രചാരണ സംവിധാനങ്ങളും ഈ വിമാനം തകർത്തുവെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പരേഡിൽ ആകാശത്ത് വട്ടമിട്ട് പറന്ന BS-022 പാക് പ്രചാരണങ്ങൾ വെറും കെട്ടുകഥകളാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ഇത് വെറുമൊരു പറക്കലല്ല, മറിച്ച് ഇന്ത്യയുടെ സൈനിക ആത്മവിശ്വാസത്തിൻ്റെ വിളംബരം കൂടിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കം ഭാരതത്തിൻ്റെ മാറിയ പ്രതിരോധ തന്ത്രത്തിൻ്റെ അടയാളമായി കാണാം. പഹൽഗാമിൽ 26 സാധാരണക്കാരുടെ ജീവൻ കവർന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ ഈ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത്.
ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളെ തകർക്കുക എന്ന മടങ്ങി വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. ചരിത്രം കുറിച്ച് ഇന്ത്യയും യൂറോപ്പും 17 വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ആഗോള GDP-യുടെ 25% കരാർ പ്രതിനിധീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. 20 ബില്യൺ ആളുകൾക്ക് നേട്ടമെന്ന് യൂറോപ്യൻ പ്രതിനിധിയും പറഞ്ഞു. അമേരിക്ക അധിക ചുങ്കം ഏർപ്പെടുത്തി തളർത്തിയ ഇന്ത്യൻ കയറ്റുമതിക്ക് വമ്പൻ കുതിപ്പാകുകയാണ് യൂറോപ്പുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ. അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, ട്രംപിനുള്ള എല്ലാ അർത്ഥത്തിലുള്ള മറുപടിയാണ് ഈ കരാർ എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന് അമേരിക്കയുടെ ഒരു മറുപടി ഉണ്ടാകുമോ? അങ്ങനെ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ട്രംപ് തനിക്കെതിരെ ഏത് ചെറിയ നീക്കം ഉണ്ടായാലും അതുപോലെ തന്നെ ലോകത്ത് എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാലും അതിന് ഉടൻ തന്നെ പ്രതികരിക്കുന്നയാളാണ്. അപ്പോൾ ഈ സംഭവത്തിനും പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഒരു ശക്തമായിട്ടുള്ള തിരിച്ചടിയും താക്കീതുമാണ്. അതായത് അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റ് ലോകത്ത് ഇല്ലെങ്കിൽ പോലും തങ്ങളുടെ രാജ്യങ്ങൾക്ക് സ്വതന്ത്രമായി പുതിയ മാർക്കറ്റുകൾ ലോകത്ത് കണ്ടെത്താൻ സാധിക്കും, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും എന്നൊരു വലിയ സന്ദേശം അമേരിക്കയ്ക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ വഴിയുള്ള ഒരു പോസ്റ്റോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു പ്രതികരണം തന്നെ ഇന്ന് രാത്രിയോടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രിയോടെ ആയിരിക്കും അത്തരം പ്രതികരണങ്ങളൊക്കെ വരിക. എന്തായാലും ഇന്ത്യൻ വ്യാപാരികൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അമേരിക്കയുടെ 50% ഒരു തീരുവ ചുമത്തലെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വസ്ത്ര വ്യാപാരികളെയും നമ്മുടെ നാട്ടിലെ കർഷകരെയുമാണ് അത് ഏറ്റവും കൂടുതലായി ബാധിച്ചത്. അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ ഈ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറയുന്നത്. 2007 മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് 2013 പല കാരണങ്ങളാൽ ഇത് മുടങ്ങിപ്പോയി. അതിനുശേഷം 2022 റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് ഈ ചർച്ചകളുടെ പ്രാധാന്യം അത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തിരിച്ചറിയുന്നത്. അതിനുശേഷമായിരുന്നു ഈ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുക വരെ ചെയ്തത്. പിന്നീട് ഇപ്പോൾ ട്രംപിൻ്റെ തീരുവ പ്രഖ്യാപനം അത് ഇന്ത്യയെ വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലാക്കി. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ വേഗത വളരെയധികം വർദ്ധിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് ഡൽഹിയിൽ നടന്ന സംയുക്ത ഉച്ചകോടിയിലാണ് ഈ കരാർ യാഥാർത്ഥ്യമായതായി പ്രഖ്യാപിച്ചത്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് ഈ കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഉർസുല വോൺ ഡെയ്നും ഇതിനെ വിശേഷിപ്പിച്ചത്. വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു കരാർ തന്നെയാണ്. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന 96% ഉൽപ്പന്നങ്ങൾക്കും ഇതോടെ തീരുവ ഇല്ലാതാകും. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്പിൽ തീരുവ ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവ് കുറയും. അതുപോലെ യൂറോപ്പിൽ ഈ നിരവധി നിക്ഷേപങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെയധികം ലാഭകരമാകും ഈ കരാർ. അതുപോലെ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപങ്ങളും വളരെയധികം വർദ്ധിക്കും. ഏറ്റവും കൂടുതൽ ഈ കരാർ ലാഭകരമാക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് ഊർജം നൽകുക ഇത് വാഹന വിപണിയെ തന്നെയാകും. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങളുടെ തീരുവ വാഹനങ്ങളുടെ ഒരു നികുതി എന്ന് പറയുന്നത് നിലവിൽ 70%. അത് 10% കുറയും. അത് കാരണം ഇന്ത്യയിലുള്ള വാഹനങ്ങളുടെ വിലയൊക്കെ വലിയ തോതിൽ താഴേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ യന്ത്രസാമഗ്രികൾ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന യന്ത്രസാമഗ്രികളുടെ 55% എന്ന് പറയുന്ന നികുതി ഇല്ലാതാകും. രാസവസ്തുക്കളുടെ 22% നികുതിയും ഇല്ലാതാകും. ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ 11% നികുതിയും ഇതോടെ പൂർണ്ണമായിട്ടും നിലയ്ക്കും എന്നുള്ള പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വൈൻ്റെ നികുതി 20 മുതൽ 30% കുറയും. സ്പിരിറ്റിൻ്റെ നികുതി 40% ബിയറിൻ്റെ നികുതി 50%-ലേക്കും താഴും എന്നുള്ള പ്രത്യേകതകളുണ്ട്. അതുപോലെ വിമാനങ്ങൾ, ബഹിരാകാശ വാഹനങ്ങൾ എന്നിവയുടെ ഇറക്കുമതി തീരുവയും പൂർണ്ണമായിട്ടും എടുത്തു കളയും എന്ന് പറയുന്ന ഒരു പ്രത്യേകതകളുണ്ട്. 90% മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ ഇറക്കുമതി തീരുവയും പൂർണ്ണമായിട്ടും ഇല്ലാതാകും. ഇതൊക്കെ വലിയ തോതിൽ ഇന്ത്യയിൽ പല സാധനങ്ങളുടെ വില താഴേക്ക് വരാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരികൾക്ക് യൂറോപ്പിലേക്കുള്ള കയറ്റുമതി തീരുവ അത് കുറയുന്നതോടെ പല കയറ്റുമതി തീരുവയും ഇല്ലാതാകുന്നതോടെ ഇന്ത്യയിലുള്ള വ്യാപാരികൾക്ക് വളരെ വലിയൊരു ഊർജ്ജമാണ്. ഇന്ത്യയിലുള്ള വസ്ത്ര വ്യാപാര രംഗം അതുപോലെ തന്നെ കാർഷിക രംഗത്തുള്ള പല വസ്തുക്കൾ ഇവയ്ക്കെല്ലാം ഒരു പുതിയ മാർക്കറ്റ് കൂടി തുറന്ന് നൽകപ്പെടുകയാണ്. ഇത്
ഇതെല്ലാം വലിയ രീതിയിൽ ഇന്ത്യക്ക് ഒരു ഊർജ്ജം തന്നെയാണ്, മുന്നോട്ടുള്ള ഒരു ചവിട്ടുപടിയും പ്രതീക്ഷയുമാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വലിയ പ്രതീക്ഷകളോടെയാണ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ സ്വതന്ത്ര വ്യാപാര കരാറിനെ നമ്മൾ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ നയങ്ങൾ മൂലം തിരിച്ചടി നേരിടുന്ന ഇന്ത്യൻ മാർക്കറ്റിനുള്ള വലിയൊരു തിരിച്ചുവരവ് കൂടിയായി ഇത് മാറും എന്ന് പ്രതീക്ഷിക്കാം. NSS SNDP ഐക്യനീക്കത്തിൽ നിന്നുള്ള പിന്മാറ്റം സമുദായ സംഘടനകളുടെ ആഭ്യന്തര കാര്യമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസമാണ് ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന NSSൻ്റെ പ്രഖ്യാപനമുണ്ടായത്. പക്ഷേ അതിനുശേഷം ഇതുവരെയും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടുമില്ല. ലീഗിനെതിരായ SNDPയുടെ ആരോപണം ശരിയല്ല എന്ന് ഇക്കാര്യത്തിൽ VD സതീശൻ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. NSS ആദ്യമെടുത്ത തീരുമാനവും രണ്ടാമതെടുത്ത തീരുമാനവും NSSന്റെ ആഭ്യന്തരമായ കാര്യമാണ്. അതിൽ കോൺഗ്രസ് നേതാക്കൾ ആരും ഇടപെട്ടിട്ടില്ല, ഇടപെടില്ല. ഞങ്ങൾ സമുദായങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല. NSSും SNDPയും തമ്മിലുള്ള സഖ്യം ഇല്ലാതാക്കിയത് ലീഗാണ് എന്നുള്ള SNDP ജനറൽ സെക്രട്ടറിയുടെ ആരോപണം ശരിയല്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞാൽ ശരിയല്ല, ലീഗ് അങ്ങനെ ഇടപെട്ടിട്ടേ ഇല്ല എന്നുള്ളത്. അവർക്കൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെടാം. അവർക്കൊരു ന്യായമായ പരാതി ഏത് സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇടപെടും, ഉറപ്പായിട്ട് ഇടപെടും. ഞങ്ങളതിന് ന്യായമായ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരുടെയും കൂടെ നിൽക്കും. പക്ഷെ ഒറ്റ കണ്ടീഷനിൽ ഒരാൾ വർഗീയത പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞു. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. NSS SNDP ഐക്യനീക്കത്തിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് സൂചിപ്പിച്ച് PK കുഞ്ഞാലിക്കുട്ടി. ഒരു വർഗീയവൽക്കരണത്തിന്റെ ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. അത് നടന്നില്ല എന്നതിൽ കേരള സമൂഹം സമാധാനിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉപയോഗിച്ചിട്ട് ആരോ ചിലർ ഒരു വർഗീയവൽക്കരണത്തിൽ, അതിശക്തമായ ഒരു വർഗീയവൽക്കരണത്തിൽ, അതായത് ചില പ്രത്യേക സമുദായങ്ങളുടെ ഒരു ഫോബിയ സൃഷ്ടിച്ചിട്ട് ഒരു വർഗീയവൽക്കരണത്തിൽ കൊണ്ടുപിടിച്ച ഒരു ശ്രമം ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊന്നും കൂട്ടുവെക്കുന്ന ആളുകളല്ല ഞങ്ങൾ എന്ന് NSSനെ പോലെയുള്ള പശ്ചാത്തലമുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചു. അത് ആ ഒരു വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം ഇവിടെ ഇല്ലാതായി എന്നുള്ളതിന് കേരളം ആശ്വാസപ്പെടണം എന്നാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വികസനങ്ങൾ നടത്തിയിട്ടും ജനങ്ങൾക്ക് അനിഷ്ടം നിലനിൽക്കുന്നുവെന്ന് തുറന്നു പറയുകയാണ് മുൻ ധനമന്ത്രിയും ഒപ്പം തന്നെ CPMന്റെ മുതിർന്ന നേതാവുമായ തോമസ് ഐസക്. താഴെത്തട്ടിൽ പ്രവർത്തകരും ജനങ്ങളുമായുള്ള ഇടപെടൽ യാന്ത്രികമായി പോയി. പെരുമാറ്റ ശൈലി ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു ജനങ്ങൾ. പോളിറ്റ് ബ്യൂറോ മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള നേതാക്കൾ വീടുകളിലെത്തി ജനങ്ങളെ നേരിട്ട് കണ്ട് പരാതികൾ കേൾക്കാനാണ് തീരുമാനമെന്നും ഐസക് ന്യൂസ് 18നോട് പറയുന്നു. ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർ TM തോമസ് ഐസക് അദ്ദേഹം ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷം അവരുടെ പ്രവർത്തനങ്ങളുമായി രംഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളോടൊപ്പം ഡോക്ടർ TM തോമസ് ഐസക് ആണുള്ളത്. സർ, ഭവന സന്ദർശനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് CPM കടക്കുവാണോ? അതിന്ന് കേരളത്തിലെ ഒരു മാധ്യമവും ഇടതുപക്ഷത്തോടൊപ്പമില്ല. കുറ്റം പറഞ്ഞതല്ല, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. നമുക്കാണെങ്കിൽ ഇങ്ങനെ പ്രചരണത്തിന് ഭയങ്കരമായ പണം ചെലവാക്കാനും ഇല്ല. അപ്പം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? നേരിട്ട് വർത്താനം പറയും. മാസ് കമ്മ്യൂണിക്കേഷനല്ല, അതിനൊത്തിരി കാശ് വേണമില്ല. നമുക്ക് പറ്റുന്നത് ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്, അവരൊക്കെ ജനങ്ങളോട് സംസാരിക്കണം. അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തന ശൈലിയായിരിക്കും ഇത്തവണ അവലംബിക്കാൻ പോകുന്നത്. അതായത് മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഓരോ വീടുകളും കയറി ആളുകളെ കണ്ടുപോവുകയാണ്. കാരണം നമ്മളിപ്പോ എല്ലാ നേതാക്കന്മാരും പോളിറ്റ് ബ്യൂറോ മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ളവർ വീടുകളിൽ പോവും, ജനങ്ങളോട് സംവദിക്കും, ചോദിക്കും. അവർക്കുള്ള പരാതികൾ, വിമർശനങ്ങൾ ക്ഷമാപൂർവം കേൾക്കും. അത് ഞങ്ങൾ ചർച്ച ചെയ്യും, പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ പരിഹരിക്കും. എന്നിട്ട് വീണ്ടും ആ വീടുകളിൽ ചെല്ലും, ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്, അതില്ലെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും.
ഏതൊക്കെ ഇടങ്ങളിലാണ് സാർ ചുമതലയുള്ളത്? ഏതൊക്കെ ഇടങ്ങളിലാണ് ചുമതലയുള്ളത്? എത്തരത്തിലൊരു ഭവന സന്ദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ? ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ മത്സ്യമേഖലയിലെ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇത് സാറിന്റെ സ്ഥലമായിരുന്നു. ഇത് സാറിന്റെ സ്ഥലമായിരുന്നു. ആലപ്പുഴ മണ്ഡലമാണ്. അവർക്ക് ഒരാൾക്കും സർക്കാരിനെ കുറിച്ചൊരു പരാതിയില്ല. ഇതുവരെ അങ്ങനെ സർക്കാരിനെ കുറിച്ചൊരു മോശം ഒരാളും പറയാനില്ല. എല്ലാവരും പെൻഷൻ കിട്ടിയവരുടെ സന്തോഷം, സ്ത്രീ സുരക്ഷയ്ക്ക് സഹായത്തിന് അപേക്ഷിക്കുന്നുണ്ട്, കുട്ടികൾക്ക് നല്ല സ്കൂളാണ്, തൊട്ടപ്പുറത്ത് ചെട്ടിക്കാട് 70 കോടി രൂപയുടെ കോസ്റ്റൽ ആശുപത്രിയാണ് വരുന്നത്. അതിലൊക്കെ ഹാപ്പി. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇത്രയൊക്കെ ആയിട്ട് എന്താ നമ്മളോട് ഒരു അനിഷ്ടം? എന്താണ് അതൊരു അനിഷ്ടം ചോദിക്കുക? അതിനങ്ങോട്ട് തെളിച്ചങ്ങോട്ട് പറയണില്ല. എങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ ചിലർ പറയും നിങ്ങളുടെ ഈ പെരുമാറ്റം ശരിയായില്ല. താഴെത്തട്ടിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ ജനങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്ന ഈ നേതാക്കന്മാരിൽ നിന്ന് മാറി താഴെത്തട്ടിലേക്ക് വരുമ്പോൾ ആ പ്രത്യേകിച്ച് ലോക്കൽ കമ്മിറ്റി മുതൽ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി മുതലുള്ള നേതാക്കന്മാർ ജനങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടോ? അത്തരം ഒരു അവമതിപ്പ് പലയിടങ്ങളിൽ നിന്നും കാണുന്നുണ്ട്, ആളുകൾ പറയുന്നുണ്ട്. ഉണ്ട്. വിമോചന സമരകാലം മുതൽ കേരളത്തിലെ മാധ്യമങ്ങളും മറ്റും ഇടതുപക്ഷത്തെക്കുറിച്ച് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് ഓരോ തെരഞ്ഞെടുപ്പിനും നൽകാൻ ശ്രമിക്കുക. അതൊന്നും കേരളത്തിൽ വിലപ്പോയിട്ടില്ല. ഇടതുപക്ഷം വളരെ ചെയ്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും ദിവസം കാലത്ത് നാട്ടിലെഴുന്നേറ്റ് അങ്ങ് വർത്താനം പറയും. ഇതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇത് ചെറുതല്ലട്ടോ ഈ രീതി എന്ന് പറയുന്നത്. ഇപ്പം ന്യൂയോർക്കിൽ മംദാനി ജയിച്ചത് എന്തുകൊണ്ടാണ്? മെയിൻ സ്ട്രീം മീഡിയ പരസ്യം ചെയ്യാനൊന്നും അയാളുടെ പണമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഒരു പുതിയ കാര്യം ചെയ്ത് 10,000-കണക്കിന് സന്നദ്ധ വോളണ്ടിയേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് ആവേശം കൊള്ളിച്ച് അവരോരോ വീടും കയറി. അതാണ് അവിടുത്തെ മറിച്ചത്. അതവിടെ പുതുമയാണ്. അമേരിക്കയ്ക്ക് പതിവില്ലാത്തൊരു കാര്യമാണ്. അവിടെ എല്ലാവരും മാസ് കമ്മ്യൂണിക്കേഷനുള്ളൂ. കേരളത്തിൽ ഞങ്ങൾക്കൊരു പുതുമയില്ല. പണ്ടേ ചെയ്യണ കാര്യം. ഇടക്കാലത്ത് കുറച്ച് ഇത് ശോഷണം വന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതൊരു യാന്ത്രികമായി നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് പോരണു, ഇരുന്ന് വർത്താനം പറയാം. ഇടപെടലിൽ കുറവുണ്ടായി. എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്നതാണ് CPM നേതാവ് തോമസ് ഐസക് വിശദീകരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ആരും സ്വയം സ്ഥാനാർത്ഥികളാകേണ്ടെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പറയുന്നു. സമയമാകുമ്പോൾ പാർട്ടി തീരുമാനിക്കും. സിറ്റിംഗ് MLA-മാർ മണ്ഡലം ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയാവും, ചിലപ്പോൾ മാറേണ്ടി വരുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുമെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുമില്ല. ഇന്നലെ നടന്ന പത്തനംതിട്ടയിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മുഖ്യമന്ത്രി വിമർശനമായ രീതിയിൽ പറഞ്ഞത്. അത് പ്രധാനമായും ഈ സ്വയം സ്ഥാനാർത്ഥികൾ ആരും ആകണ്ട എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിന് കാരണമായിട്ടുള്ള ഒരു പ്രധാന കാരണം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം തന്നെ നേരത്തെ മാധ്യമങ്ങളോട് കോന്നിയിൽ KU ജനീഷ് കുമാർ MLA-യും ആറന്മുളയിൽ വീണ ജോർജും മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത് പാർട്ടിക്ക് കീഴ്വഴക്കമില്ലാത്ത രീതിയിലുള്ള കാര്യമാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അതിനെ വിമർശിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ആരും സ്വയം സ്ഥാനാർത്ഥികളാകേണ്ട കാര്യമില്ല. അതാത് മണ്ഡലങ്ങളിൽ, നിലവിലുള്ള മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിലവിലുള്ള സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിത്വം ആർക്കാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അത് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ആരും ആകണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി നൽകുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയും. നിലവിൽ ഇടതുഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതിന് ഗൃഹസന്ദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രവർത്തകർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നയിക്കുക എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു വ്യക്തത അദ്ദേഹം നൽകിയിട്ടില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംസ്ഥാനത്തുണ്ട്. അനുകൂലമായൊരു സാഹചര്യമാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ആരും തന്നെ ഈ പ്രഖ്യാപിത ഓരോ മണ്ഡലവും കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ പാടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വ്യക്തമാക്കിയത്. ഈ പത്മകുമാറിന്റെ വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്നലത്തെ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായില്ല. എന്തായാലും ഒരു താക്കീത് സ്വരത്തിലാണ് പറഞ്ഞത്. കാരണം നേരത്തെ രാജു അബ്രഹാം ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് കാരണമായത്.
ഇടവേളയാണ്, മടങ്ങി വരും. ഭാരതീയ വ്യോമസേനയുടെ കരുത്തും പ്രഹരശേഷിയും ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ വിളിച്ചോതിയ ഒന്നായിരുന്നു ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡ്. എന്നാൽ വെറുമൊരു അഭ്യാസ പ്രകടനത്തിനപ്പുറം അയൽ രാജ്യങ്ങളുടെ വ്യാജ പ്രചരണങ്ങൾക്കും അതിർത്തിയിലെ ഭീകരവാദ വെല്ലുവിളികൾക്കും ഇന്ത്യ നൽകിയ ശക്തമായ മറുപടിയായി ഈ പരേഡ് മാറി. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടന്ന സൈനിക നീക്കങ്ങളും അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളും പശ്ചാത്തലമാക്കി നോക്കുമ്പോൾ ഈ റിപ്പബ്ലിക് ദിനം ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം എങ്ങനെ മാറി ചിന്തിക്കുന്നുവെന്നും ശത്രുക്കളുടെ സൈക്കോളജിക്കൽ വാർഫെയറിനെ ഇന്ത്യ എങ്ങനെയാണ് നേരിടുന്നതെന്നും വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യപഥിലൂടെ പറന്നുയർന്ന വിമാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് BS-022 എന്ന ടെയിൽ നമ്പറുള്ള റഫാൽ യുദ്ധവിമാനമായിരുന്നു. ഈ വിമാനത്തിന് വലിയൊരു കഥ പറയാനുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സൈനിക സംഘർഷങ്ങൾക്കിടയിൽ തങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ട അതേ വിമാനമായിരുന്നു ഇത്. പാകിസ്ഥാൻ മാധ്യമങ്ങളും അവിടുത്തെ ഔദ്യോഗിക പ്രചാരണ സംവിധാനങ്ങളും ഈ വിമാനം തകർത്തുവെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പരേഡിൽ ആകാശത്ത് വട്ടമിട്ട് പറന്ന BS-022 പാക് പ്രചാരണങ്ങൾ വെറും കെട്ടുകഥകളാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ഇത് വെറുമൊരു പറക്കലല്ല, മറിച്ച് ഇന്ത്യയുടെ സൈനിക ആത്മവിശ്വാസത്തിൻ്റെ വിളംബരം കൂടിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കം ഭാരതത്തിൻ്റെ മാറിയ പ്രതിരോധ തന്ത്രത്തിൻ്റെ അടയാളമായി കാണാം. പഹൽഗാമിൽ 26 സാധാരണക്കാരുടെ ജീവൻ കവർന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ ഈ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത്. ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളെ തകർക്കുക സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃയോഗം KPCC ആസ്ഥാനത്ത് ചേർന്നു. മുതിർന്ന KPCC ഭാരവാഹികളും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ട്രെയിനിംഗ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിന്റെ ഭാഗമായി ജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയാവും സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. അതേസമയം സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾക്കും വനിതകൾക്കും 50% പ്രാതിനിധ്യം ഉണ്ടായേക്കുമെന്നും വിവരമുണ്ട്. ഈ സിറ്റിംഗ് MPമാരാരും നിയമസഭയിൽ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനവും യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കമാൻഡ് നേതൃത്വവുമായി സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് പിന്നാലെയാണ് KPCCയുടെ നേതൃയോഗം ഇന്ദിരാഭവനിൽ വെച്ച് ചേർന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സംസ്ഥാനത്തെ KPCC ഭാരവാഹികൾ, പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്ക് ഇതോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ഭാഗത്ത് ഓരോ മണ്ഡലങ്ങളെ, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലെയും 3 പേരുടെ പേരുകൾ വീതം തയ്യാറാക്കിക്കൊണ്ട് ആ പട്ടികയായിരിക്കും ഹൈക്കമാൻഡിന് കൈമാറുക. അതിൽ നിന്ന് ഏറ്റവും ജയസാധ്യതയുള്ള ഒരു പേരിലേക്ക് ഒരു ചുരുക്ക പട്ടിക തയ്യാറാക്കി പിന്നീട് അത് പ്രഖ്യാപിക്കുക എന്നൊരു രീതിയാണ് ഇത്തവണ അവലംബിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സാമുദായിക സമവാക്യങ്ങൾക്കും അതോടൊപ്പം തന്നെ യുവാക്കൾക്കും അതോടൊപ്പം തന്നെ വനിതകൾക്കുമൊക്കെ കൃത്യമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, സിറ്റിംഗ് MLAമാരിൽ പാലക്കാട് മാത്രമാണ് നിലവിൽ ഒരു ഒഴിവ് വരുന്നത്. തൃപ്പൂണിത്തറയുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിന്നിരുന്നെങ്കിലും K ബാബുവിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ തൃപ്പൂണിത്തറയിൽ മാറ്റം വേണമോ എന്നൊരു കാര്യത്തിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ പേരുകളും വിശദമായി റിപ്പോർട്ടിന്റെ ഭാഗമായി അത് ഹൈക്കമാൻഡിന് കൈമാറും. തുടർന്ന് ഹൈക്കമാൻഡായിരിക്കും വിഷയത്തിൽ അന്തിമമായ തീരുമാനമെടുക്കുക. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്രയോട് അനുബന്ധിച്ച് തന്നെ, അതായത് ഫെബ്രുവരി മാസം 2ാം വാരത്തിലോ 3ാം വാരത്തിലോ പകുതി മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ നേതൃത്വം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ സജീവമായി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് KPCC നേതൃത്വം കടന്നിരിക്കുന്നത്. ഇതിനിടെ കോൺഗ്രസിൽ മറ്റൊരു വിവാദമുണ്ടാവുകയാണ്. പട്ടാമ്പി സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുന്നതിലാണ് കോൺഗ്രസിൽ അതൃപ്തി ഉണ്ടാവുന്നത്. കോൺഗ്രസിന് ജയസാധ്യതയുള്ള സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യമില്ലെന്ന് DCC നേതൃത്വം പറയുന്നു. എന്നാൽ പാലക്കാട് നിന്നുള്ള ലീഗ് നേതാവിനായി ലീഗ് ജില്ലാ നേതൃത്വവും കടുംപിടുത്തം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളിയും കോൺഗ്രസിൽ തിരിച്ചെത്തിയ TP ഷാജിയുമാണ് സീറ്റിനു വേണ്ടി കോൺഗ്രസിൽ നിന്നും രംഗത്തുള്ളത്. പട്ടാമ്പി സീറ്റിനുമേൽ
കാലങ്ങളായിട്ട് കോൺഗ്രസിന് മേൽ ലീഗ് സമ്മർദ്ദം ചെലുത്തുന്നതാണ്. ഇത്തവണ അതിൻ്റെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പ്രധാനമായിട്ടും പാലക്കാട് ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കളിൽ ആരും തന്നെ നിലവിൽ വിജയിച്ച് സഭയിലെത്താൻ കഴിയുന്ന മണ്ഡലം പാലക്കാട് പട്ടാമ്പിക്ക് പുറമെ മറ്റെവിടെയും ഇല്ല എന്നതാണ് ലീഗ് നേതൃത്വം പട്ടാമ്പിയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അയ്യൻ ഷംസുദ്ദീൻ അദ്ദേഹം മണ്ണാർക്കാട് MLA ആണ്, തിരൂരിൽ നിന്നുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ പാലക്കാട് ജില്ലക്കാരനായ ഒരാളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കണമെന്ന ആവശ്യമാണ് ലീഗിനുള്ളത്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് പട്ടാമ്പിയാണ് ഏറ്റവും അനുയോജ്യമായ ഒരു മണ്ഡലമായിട്ട് നിലവിലുള്ളതാണ് ലീഗ് അവകാശപ്പെടുന്നത്. മാത്രമല്ല ലീഗിന് അവിടെ കൃത്യമായ വോട്ട് ബാങ്കുണ്ട്, വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്, മികച്ച നേതാക്കളുണ്ട്. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ലീഗ് നേതൃത്വം പട്ടാമ്പി സീറ്റിൽ ഇത്രമാത്രം സമ്മർദ്ദം ചെലുത്തുന്നത്. അതിൽ പട്ടാമ്പിയിൽ മത്സരിക്കുവാനും ലീഗിലെ യുവ നേതാക്കളും മുതിർന്ന നേതാക്കളൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ യൂത്ത് ലീഗിൻ്റെ മുൻ നേതാവായ തിരുവേപ്പുറ സ്വദേശിയായ തിരുവേപ്പുറ പഞ്ചായത്തിലെ അധ്യക്ഷൻ കൂടിയായിരുന്ന MA സമദിൻ്റെ പേര് അവിടെ സജീവമായിട്ട് തന്നെ ചർച്ചകളിൽ ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതല്ലെങ്കിൽ UDFൻ്റെ ഇപ്പോഴത്തെ ജില്ലാ ചെയർമാനായിട്ടുള്ള മരക്കാർ മാരായമംഗലം, അദ്ദേഹം 4 പതിറ്റാണ്ടോളമായിട്ട് രാഷ്ട്രീയ രംഗത്തുണ്ട്. മാത്രമല്ല പല തലങ്ങളിലും ലീഗിൻ്റെ കൃത്യമായ നിലയിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മരക്കാർ മാരായമംഗലം. അദ്ദേഹത്തിൻ്റെ പേരും സജീവമായിട്ട് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം അബ്ദുൾ റഷീദ് തങ്ങൾ, അദ്ദേഹം ലീഗിൻ്റെ നേതാവാണ്. പട്ടാമ്പിയിൽ ഭരണം തിരിച്ചു പിടിക്കുന്ന വലിയൊരു പങ്കുവച്ച നേതാവ് കൂടിയാണ് അബ്ദുൾ റഷീദ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പേരും ലീഗിൻ്റെ പട്ടികയിലുണ്ട്. ഇതൊക്കെ തന്നെ ലീഗിന് ഈ സീറ്റ് ലഭിച്ചാൽ ഉണ്ടാകുന്ന സാധ്യതകൾ മുൻനിർത്തിയുള്ള പേരുകളാണ്. പക്ഷേ മറുവശത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം തന്നെയാണ് സീറ്റ് വിട്ടുകൊടുക്കാതിരിക്കാൻ. കാരണം റിയാസ് മുക്കോളി യൂത്ത് കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടതാണ് റിയാസ് മുക്കോളി. അദ്ദേഹം ഇപ്പോഴും കഴിഞ്ഞ 5 വർഷമായിട്ട് പട്ടാമ്പിയിൽ തന്നെ നിന്ന് പ്രവർത്തിച്ച് താഴെത്തട്ടിൽ വലിയ ആഴത്തിൽ ബന്ധങ്ങളുണ്ടാക്കി മുന്നോട്ട് പോകുന്നുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പല സാംസ്കാരിക സംഘടനകളുമായിട്ടൊക്കെ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സീറ്റ് അവസാന ഘട്ടത്തിൽ മറ്റൊരു പാർട്ടിക്ക് തന്നെ നൽകുന്നത് വലിയ തോതിൽ തന്നെ അതുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ വലിയ എതിർപ്പ് ഉണ്ടാക്കുന്ന സാഹചര്യം. അതുപോലെ തന്നെ ഇപ്പോൾ തിരിച്ചെത്തിയ TP ഷാജി, അദ്ദേഹവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും നിയമസഭാ സീറ്റിൽ പട്ടാമ്പിയിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ സംബന്ധിച്ചും ഈ ഒരു സീറ്റിൽ വലിയ പ്രതീക്ഷയുണ്ട്, വിജയിച്ച് കയറാൻ കഴിയുന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അവിടെയും ഈ 2 കാരണങ്ങളാൽ ഈ സീറ്റ് കോൺഗ്രസിൽ നിന്നും ഏറ്റെടുക്കാൻ ലീഗ് ചെലുത്തുന്ന സമ്മർദ്ദം അത് വലിയ തോതിൽ ഇപ്പോൾ നേതൃനിരയിൽ ചർച്ചയിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റു പല ജില്ലകളിലെ സീറ്റ് കൈമാറ്റവും ഇതിൻ്റെ അടിസ്ഥാനം കൂടിയാണ് ഈ ഒരു ചർച്ചകൾക്ക് ആധാരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പട്ടാമ്പി സീറ്റിൽ മാത്രമായിട്ട് ഈ ഒരു UDFൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ കോൺഗ്രസിനും ലീഗിനും ചർച്ചകൾ എടുക്കാൻ കഴിയില്ല. മറ്റു പല ജില്ലകളിലും സമാനമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ പട്ടാമ്പിയിലെ സാഹചര്യങ്ങൾ കുറെ കൂടി വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്ന അവസ്ഥയാണ്. കോൺഗ്രസ് ഒരു കാരണവശാലും ഈ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച വാശിയിൽ തന്നെയാണ്, നിലപാടിൽ തന്നെയാണ് താഴെത്തട്ടിലുള്ളത്. അത് അവർ DCC യോഗത്തിൽ തീരുമാനിക്കുകയും ജില്ലാ UDFിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് പാലക്കാട് ജില്ലക്കാരനായ ഒരാളെ നിയമസഭയിൽ എത്തിക്കണമെങ്കിൽ പട്ടാമ്പി സീറ്റ് കിട്ടിയേ തീരൂ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ഈ കഴിഞ്ഞ തവണ 2 തവണയായിട്ട് കൈവിട്ട ഒരു മണ്ഡലം ഇത്തവണ വിജയിച്ചു കയറാം എന്ന ആത്മവിശ്വാസം ലീഗ് പ്രകടിപ്പിക്കുന്നതും അവർക്ക് തദ്ദേശ ഭരണത്തിന് ലഭിച്ച ഒരു വോട്ടിൻ്റെ കണക്കുകൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് UDFിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പട്ടാമ്പി കോങ്ങാടും വെച്ചു മാറുന്നത് ഒരുപക്ഷെ 6 മണ്ഡലങ്ങളിലെ സാധ്യതകൾ മാത്രം മുൻനിർത്തിയാകില്ല, മറ്റു ജില്ലകളിൽ സംഭവിക്കുന്ന സീറ്റ് കൈമാറ്റത്തിൻ്റെ കൂടി തുടർച്ചയായിട്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം പട്ടാമ്പിയിൽ ഉണ്ടാകുമെന്നാണ് അറിയാനാകുന്നത്. എന്താണെങ്കിലും പട്ടാമ്പിയിൽ ഇനി സീറ്റ് ലീഗിന് കൊടുത്താൽ തന്നെയും പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു പിന്തുണ ഉണ്ടാകുമോ എന്ന് മുഴുവനായിട്ടും പറയാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതുകൂടി വ്യക്തമാണ് ഈ ഘട്ടത്തിൽ. CV അനുമോദ്, ന്യൂസ് 18. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ആരായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി? കുഴയ്ക്കുന്നൊരു ചോദ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മികച്ച സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകുമെന്നാണ് ഷാഫി പറമ്പിൽ MP പറയുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. MPമാർ മത്സരിക്കേണ്ടതില്ലെന്ന പാർട്ടി തീരുമാനം എല്ലാവർക്കും ബാധകമെന്നുമാണ് തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചോദ്യത്തോട് ഷാഫിയുടെ. സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചതിൽ മനംനൊന്ത് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിക്ക് ജാമ്യമില്ല. പ്രതി ഷംജിദ മുസ്തഫയ്ക്കാണ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണയാണ് ചുമത്തിയിട്ടുള്ളത്.
വിജയ് ചിത്രം ജനനായകന് വീണ്ടും തിരിച്ചടി. ചിത്രത്തിന്റെ റിലീസ് മദ്രാസ് ഹൈക്കോടതി വീണ്ടും നിഷേധിച്ചു. സെൻസർ ബോർഡ് അപ്പീലിൽ മദ്രാസ് ഹൈക്കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡിവിഷൻ ബെഞ്ചാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയത്. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ CBFCക്ക് സാവകാശം നൽകിയില്ലെന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ്. സംവിധായകൻ അനുരാജ് മനോഹറിനെതിരെ കേസെടുത്ത് വനംവകുപ്പ്. ശബരിമലയിൽ മകരവിളക്ക് ദിവസം സിനിമാ ഷൂട്ടിംഗ് നടത്തിയെന്ന കണ്ടെത്തലിലാണ് കേസ്. വനമേഖലയിൽ അതിക്രമിച്ചു കയറിയെന്ന കുറ്റത്തിനാണ് കേസ്. ഷൂട്ടിങ്ങിന് അനുമതി തേടി നേരത്തെ ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും ആവശ്യം നിരസിച്ചിരുന്നു. സന്നിധാനത്തല്ല, പമ്പയിലാണ് ഷൂട്ടിംഗ് നടത്തിയതെന്ന വാദമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. എറണാകുളം തിരുവാങ്കുളത്ത് +1 വിദ്യാർത്ഥിനിയെ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്നു പ്രാഥമികമായ നിഗമനം. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത് മാനസികമായ സംഘർഷമുണ്ടാക്കിയെന്ന കുറിപ്പ് പോലീസിന് ലഭിച്ചു. രാവിലെ സ്കൂളിലേക്ക് പോയ +1 വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ആലപ്പുഴയിൽ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. മുഹമ്മദൻ ബോയ്സ് സ്കൂളിലാണ് വിദ്യാർത്ഥിക്ക് സഹപാഠികൾ ചേർന്ന് ക്രൂരമായ മർദ്ദനം നടത്തിയത്. NSS ക്യാമ്പിനിടെ പരസ്പരം കളിയാക്കിയതായിരുന്നു അക്രമക്കാരണം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികൾക്ക് താക്കീത് നൽകി വിട്ടയച്ചു. തൃശൂർ അരിമ്പൂരിൽ 16-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. തൃശൂർ റൂറൽ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. അരിമ്പൂർ നാലങ്കൽ സ്വദേശി ശ്രീഷ്ണവ്, വെളുത്തൂർ സ്വദേശി സ്മിജിൻ, അരിമ്പൂർ സ്വദേശിനി ശ്രീഹരി, അരിമ്പൂർ സ്വദേശി നാലങ്കൽ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ അന്തിക്കാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ജനുവരി 6-ാം തീയതിയാണ് 16-കാരനായ കുട്ടിയെ 6 ബാർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. അരിമ്പൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഉത്സവത്തിന് നടന്ന തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമായിരുന്നു മർദ്ദനത്തിന് ഇടവച്ചത്. പ്രതികൾ കുട്ടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചു. കർണാടകയിൽ 2ാം വർഷ MBBS വിദ്യാർത്ഥി കടലിൽ വീണ് മരിച്ചു. കൊല്ലം പരവൂർ കോട്ടപ്പുറം സ്വദേശി കല്യാണിയാണ് മരിച്ചത്. കാർവാർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു. ഞായറാഴ്ച വിനോദയാത്രയ്ക്കിടെ ഗോകർണ ബീച്ചിൽ വച്ചായിരുന്നു അപകടം. മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. കുട്ടികളെ കാറിന്റെ ബോണറ്റിൽ വെച്ച് സാഹസിക യാത്ര. കോട്ടയം പാമ്പാടി വട്ടുകുളം ആലപ്പാട്ടുപടി റോഡിലാണ് സംഭവമുണ്ടായത്. ഇന്നലെ വൈകുന്നേരമാണ് 2 കുട്ടികളെ ബോണറ്റിൽ വെച്ച് യാത്ര നടത്തിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു. ഈ സംഭവത്തിൽ രക്ഷിതാവിനെതിരെ പിന്നീട് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇനി നോക്കാം സ്വർണ്ണ-വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,845, പവന് 1,12,760. 18 ക്യാരറ്റ് ഗ്രാമിന് 12,280, പവന് 98,240. വെള്ളി ഗ്രാമിന് 370 രൂപ, കിലോഗ്രാമിന് 3,70,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.